എന്തല്ല ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് കാലങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ തൊപ്പി എന്ന് പറയുന്ന നിഹാൽ, കണ്ണൂർ ജില്ലയിൽ മാങ്ങാട്ട് താമസിച്ചുകൊണ്ടിരുന്ന തൊപ്പി ഇന്ന് ഒരുപാട് ഗ്യാങ്ങൊക്കെ വെച്ചിട്ട് പാവങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. മറ്റുള്ള ഒരു 5-10 പേര് അവൻ്റെ കൂടെ ജോലി ചെയ്യുന്നുണ്ട്. അതിൽ മമ്മൂന നമുക്കറിയാം, വേറെ അവരൊക്കെ അറിയാം. അപ്പോൾ അവരൊരു വീഡിയോ ഒന്ന് കണ്ടാലെന്താ? അന്നലാടെ ഒരു നായ്, അതായത് പട്ടീനെ പോലെയാണ് എന്നെ കാണുന്നത്. പട്ടീനെ പോലെയാണ് കാണുന്നത്. മുഖത്ത് ചവിട്ടും അലക്ക്. ഞാൻ വാഷിംഗ് മെഷീൻ നല്ല അലക്കാൻ പോകുമ്പോ ഏതെങ്കിലും ഒരു ഡ്രസ്സ് എടുത്തില്ലെങ്കിൽ ഒരടി വരും. എന്താണ് അതും കൂടി എടുക്കാതെ അതിന്റെ തന്ത വന്നിട്ട് എടുക്കുന്ന വയ്ക്കല്. തന്തക്കൊന്നല്ല, അതിന്റെ അപ്പറ വിളിക്കല്, വീട്ടിലുള്ള ആൾക്കാരെ വിളിക്കല്. എന്ന് പറഞ്ഞ വ്യക്തിന്റെ വീട്, മമ്മൂ എന്ന് പറഞ്ഞ വ്യക്തിന്റെ വീട് ചോർന്ന് വിളിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-2.5 വർഷമായിട്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് പഞ്ചായത്താണ് ഇടപെട്ടിട്ട്, നിസ്സാര പൈസയാണ്, പഞ്ചായത്താണ് അത് മാറ്റി കൊടുത്തത്. അതുപോലും അവൻ ചെയ്തിട്ടില്ലായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, 2.5 വർഷമായിട്ട് കൂടെ നിൽക്കണം. മമ്മൂൻ്റെ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഫോൺ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം ഏകദേശം പിടികിട്ടും, മനസ്സിലാവും. പിന്നെ ജാസി എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ ഉണ്ടായ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ മമ്മൂനാണെങ്കിലും ഉണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഈ വീഡിയോ? ഇവർ രണ്ടാളും തൊപ്പീൻ്റെ കൂടെ ഉണ്ടായതാണ്. ഓക്കെ, ഈ മമ്മൂന എല്ലാവർക്കും അറിയാമല്ല, സോഷ്യൽ മീഡിയയിലൂടെ. പിന്നെ അത് നാട് വിട്ടു പോയി എറണാകുളം, കൊച്ചി, കോട്ടയം അങ്ങനെയൊക്കെ താമസമെല്ലാമായിട്ട് രാത്രിയിലാവുമ്പോൾ ലൈവിൽ വരുന്നതും ലൈവിൽ വന്നില്ലെങ്കിൽ എന്താണെന്നൊക്കെ പറയുന്നവരാണ് ഇവർ. അപ്പോൾ ഈ മമ്മൂനോട് ഇവരോടൊക്കെ പറയാനുള്ളത് ഒരേ ഒരു കാര്യമെന്നില്ല കേട്ടാ. എല്ലാ ചങ്ങായിമാർ അംഗവൈകല്യമൊന്നും ഇല്ലല്ലോ നിങ്ങൾക്ക് ഉണ്ടാ? നല്ല ആരോഗ്യമില്ലേ? നല്ല പണിയെടുക്കാനുള്ള കഴിവും തൻ്റെ ഇടവും ഇല്ലേ? ചെറുപ്പക്കാരനല്ലേ? എന്തിനാ അവൻ്റെ പിന്നാലെ താങ്ങി നടക്കേണ്ട ആവശ്യം? അന്യസംസ്ഥാന തൊഴിലാളികൾ വന്നിട്ട് 1800 റുപ്യ കൂലി വേണം, 1200 റുപ്യ കൂലി വേണമെന്ന് പറയുമ്പോഴും കുറച്ചൊന്ന് വേർത്ത് നോക്കിയ മോനെ, ഒന്ന് പണിക്ക് പോയി നോക്കിയേ. കുറച്ച് പണിയെടുക്കുമ്പോഴാണ് കഷ്ടപ്പാട് എന്താണെന്നും ബുദ്ധിമുട്ട് എന്താണെന്നും പണീൻ്റെ വിഷമങ്ങൾ എന്താണെന്നും നമ്മളെ മാതാപിതാക്കൾ ഉപ്പ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും വളർത്തിയിട്ടുണ്ടാവല് എന്നും ഞാൻ ഒരാളെ കൊണ്ട് പറയിപ്പിക്കാതെ ജീവിക്കണം എന്നൊക്കെ പഠിക്കണമെങ്കിൽ കുറച്ച് അധ്വാനിച്ച് നോക്കണം കേട്ടാ. അപ്പോഴാണ് വേർപ്പിൻ്റെ വില എന്താണെന്ന് മനസ്സിലാവല്. അതല്ലാതെ ചാനലിൻ്റെ മുന്നിൽ ഇരുന്നിട്ട് നിങ്ങൾ പറയുന്നുണ്ട് തൊപ്പീൻ്റെ ആരോ പറയുമ്പോൾ ഷഡ്ഡി അലക്കി കൊടുക്കണം, അവൻ്റെ അത് അലക്കി കൊടുക്കണം. നീയൊക്കെ ഒരാണല്ലടാ. അത്രയല്ല വയസ്സിലും 20, 24, 28, 30 വയസ്സിൻ്റെ താഴെയല്ല നിങ്ങൾക്കെല്ലാം ഉള്ളൂ. ഒരു പണിക്കോയി കൂടെ ചങ്ങായിമാർ. എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഓൻ എന്നോട് ഷഡ്ഡി അലക്കാൻ പറയുന്നു. ലൈവിൽ വന്നിട്ടില്ലെങ്കിലോ ഞാൻ എന്നെ തല്ലും, ചെരുപ്പെടുത്ത് മോന്തക്ക് വെക്കും, ഞങ്ങൾ പേടിച്ചിട്ടായിരിക്കും, ഞങ്ങൾക്ക് പൈസ തരൂല. എന്തിനാണ് ഇതൊന്നും ഈ സോഷ്യൽ മീഡിയയിലൊന്നും വന്ന് പറയേണ്ട കാര്യങ്ങളല്ല കേട്ടാ. വലിച്ചെറിഞ്ഞിട്ട് പണിക്ക് പോടാ. പണി എത്ര വേണം? പണി വേണം നിങ്ങൾക്ക്? നാട്ടിലെന്താ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒന്നും പണിയെടുക്കുന്നില്ലേ? എന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തൊപ്പി എന്നെ പുറത്താക്കി, എൻ്റെ അടുത്ത് ഒരു പൈസ ഇല്ല, എൻ്റെ വീട് ചോരുന്ന്, പഞ്ചായത്തിൽ നിന്ന് പൈസ കിട്ടിയിട്ടാന്ന്, ഞാൻ വെള്ളം ഉച്ച നിർത്താൻ കടക്കുന്ന്, വെള്ളം എൻ്റെ മേത്ത് വീന്ന് എന്നൊക്കെ പറയുന്ന എൻ്റെ മമ്മൂ എന്നോട് വീണ്ടും പറയാണ്, എന്തിനാണ് ആരാ പറഞ്ഞിന്? നാട്ടിൽ പോയി പണിയെടുത്താൽ പൈസ കിട്ടൂലേ? അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യമൊന്നും പറഞ്ഞിട്ട് ഇവിടെ വരണ്ട ചങ്ങായി കേട്ടാ. ഓക്കെ, ഇങ്ങനത്തെ ഇനി ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചിന്തിച്ചോ.